പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്കായി ഇടുക്കി ചെറുതോണിയിൽ വൻ സ്വീകരണം നൽകി. ആയിരക്കണക്കിന് UDF പ്രവർത്തകർ പങ്കെടുത്ത സ്വീകരണ സമ്മേളനത്തിൽ മുതിർന്ന UDF നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ എത്തിയിരുന്നു. UDF അധികാരത്തിലെത്തിയാൽ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചെറുതോണിയിൽ പറഞ്ഞു. കടക്കണിയിൽ നിന്നും സംസ്ഥാനത്തെ കരകയറ്റും. കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. സംസ്ഥാന സർക്കാർ ജനങ്ങളോട് വലിയ ക്രൂരതയാണ് കാണിക്കുന്നത്. ഭൂപ്രശ്നങ്ങളിൽ ഇടുക്കിയിലെ ജനങ്ങളോട് കാണിച്ച വഞ്ചന ജനങ്ങൾ മറക്കില്ലെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും UDF വിജയിച്ചു വരുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പുതിയുഗ യാത്രയ്ക്ക് ചെറുതോണിയിൽ ലഭിച്ച സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷം പറഞ്ഞു, കേരളത്തിൽ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ശരിയല്ലേ? എന്താ ഇപ്പൊ വാർത്ത? വയറ്റിൽ കത്രിക 5 കൊല്ലം. അതിനുള്ള മറുപടി എന്താ? 50 കൊല്ലം കത്രിക കിടന്നാലും കുഴപ്പമില്ല. അവരുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും ആണെങ്കിലോ? നിങ്ങൾ പാലക്കാട് നെന്മാറയിൽ കൊച്ചു വീണ് കളിച്ചപ്പോൾ വീണ് പരിക്ക് പറ്റി. ചെറിയ ചികിത്സ ചെയ്താൽ മതി. പക്ഷെ മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച് ആ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ആ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു, ആശുപത്രിയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ കുഞ്ഞ് ചോദിച്ചു, എന്റെ കൈ എവിടെ പോയി? എന്റെ അമ്മ. നമ്മളെ ചങ്ക് പൊട്ടി പോലെ കേട്ടാൽ അല്ലേ? ചങ്ക് പൊട്ടാത്ത കുറെ ആളുകളുണ്ട്. ആ കുട്ടിക്ക് ഒരു യന്ത്രക്കൈ വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അതിന് തയ്യാറാകാത്ത ക്രൂരന്മാരുടെ സർക്കാരാണ് അല്ലേ? പ്രതിപക്ഷമാണ് ആ കുഞ്ഞിനെ യന്ത്രക്കൈ വെച്ചു കൊടുത്തത്. ഒന്നും ചെയ്യില്ല. ഒരു മനസാക്ഷിയുമില്ലാത്തവരുടെ സർക്കാരാണ്. UDF ഇടുക്കി നിയോജക മണ്ഡലം ചെയർമാൻ NK പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ, മുതിർന്ന UDF നേതാക്കളായ PJ ജോസഫ, NK പ്രേമചന്ദ്രൻ, VK ശ്രീകണ്ഠൻ MP, K ഫ്രാൻസിസ് ജോർജ് MP, ജോസഫ് വാഴയ്ക്കൻ, ഷാനിമോൾ ഉസ്മാൻ, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, DCC പ്രസിഡന്റ് CP മാത്യു, അഡ്വക്കേറ്റ് EM ആഗസ്തി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി.